ഇപ്പോൾ എക്സ്ക്ലൂസീവ് IREയുടെ മണവാളക്കുറിച്ചി പ്ലാന്റിൽ ചട്ടങ്ങൾ അട്ടിമറിച്ചതിന്റെ പേരിൽ അന്വേഷണ വിധേയമായി സ്ഥലം മാറ്റപ്പെട്ട മാർക്കറ്റിംഗ് സീനിയർ മാനേജർ KES രാമകൃഷ്ണനെ കൊല്ലം ചവറ പ്ലാന്റിൽ പ്രവേശിപ്പിക്കില്ല എന്ന് തൊഴിലാളികൾ. VV മിനറൽസ് എന്ന സ്വകാര്യ കരിമണൽ കമ്പനിയുടെ ചാക്കുകൾ മണവാളക്കുറിച്ചി പ്ലാന്റിൽ പാക്ക് ചെയ്യാൻ ഒത്താശ ചെയ്തതിനെ തുടർന്നാണ് ഈ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരുന്നത്. മണവാളക്കുറിച്ചിയിലെ IRE പ്ലാന്റിൽ ഗ്രാനൈറ്റ് പ്രൊഡക്ഷൻ കമ്പനി പോലും അറിയാതെ VV മിനറൽസ് എന്ന വിവാദ സ്വകാര്യ കരിമണൽ കമ്പനിയുടെ ചാക്കിൽ നിറച്ച് കടത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് മാർക്കറ്റിംഗ് സീനിയർ മാനേജർ KES രാമകൃഷ്ണനെ അന്വേഷണ വിധേയമായി കൊല്ലം ചവറ IREയിലേക്ക് സ്ഥലം മാറ്റിയത്. സ്വകാര്യവൽക്കരണത്തിന് മുൻകൈയെടുക്കുന്നുവെന്ന ആരോപണ വിധേയനായ KES രാമകൃഷ്ണനെ ചവറയിൽ കുടിയിരുത്തുന്നത് വൻതോതിൽ കരിമണൽ കടത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. തൂത്തുക്കുടിയിലെ VV മിനറൽസ് എന്ന കമ്പനി കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്ന് ദിവസേന കോടികളുടെ കരിമണൽ കടത്തുന്നതായി 2014 ജനുവരിയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്നത്തെ മേധാവി വിൻസെന്റ് പോൾ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ തുടരന്വേഷണം ഉണ്ടായില്ല. അതേസമയം തമിഴ്നാട്ടിലും VV മിനറൽസിനെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെയാണ് KES രാമകൃഷ്ണൻ വിവാദ കമ്പനിക്ക് വേണ്ടി കരുനീക്കം നടത്തിയത്. ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികളുടെയും പ്രതിഷേധം. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഈ വാർത്തയുടെ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ ഒരു ക്രൈംബ്രാഞ്ച് ഇയാൾക്കെതിരെ ഒരു റിപ്പോർട്ട് തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പോലുമാണ് ഇങ്ങനെ ഒരു നിയമനം നടന്നിരിക്കുന്നത്. KES രാമകൃഷ്ണൻ എന്നയാളെ ഈ വിധത്തിലൊരു നിയമനം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അന്ന് VV മിനറൽസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്? ഇപ്പോഴത്തെ സാഹചര്യവും? സൗമ്യ, കഴിഞ്ഞ ഡിസംബറിലാണ് ഈ മണവാളക്കുറിച്ചിയിലെ IRE പ്ലാന്റിൽ നിന്ന് ചട്ടവിരുദ്ധമായി വിവാദ കമ്പനിയായിട്ടുള്ള തമിഴ്നാടിന്റെ തന്നെ വിജിലൻസിന്റെ അന്വേഷണം നേരിടുന്ന VV മിനറൽസ് എന്ന സ്ഥാപനത്തിന്റെ ചാക്കുകളിൽ ഈ IREയിലെ ഉൽപ്പന്നങ്ങൾ കയറ്റിയത്. ഇത് അനധികൃതമായി അവിടുന്ന് കടത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൽ രാമകൃഷ്ണൻ എന്ന മാർക്കറ്റിംഗ് സീനിയർ മാനേജറിനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം. അതിന്റെ അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ ആദ്യം സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹത്തെ തിരികെ കയറ്റി സ്ഥലം മാറ്റുകയും ചെയ്തു. സ്ഥലം മാറ്റിയിരിക്കുന്നത് കൊല്ലം ചവറ IREയിലേക്ക് എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ ശ്രദ്ധേയമായ കാര്യം. ചവറയിലും അതുപോലെ കൊല്ലം ജില്ല, ആലപ്പുഴ, കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ നിന്ന് 50,000 കോടി രൂപയുടെ കരിമണൽ കടത്തി എന്നായിരുന്നു വിൻസെന്റ് പോൾ, അന്നത്തെ ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന വിൻസെന്റ് പോൾ കണ്ടെത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിലെ കരിമണൽ മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ പോലീസിന്റെ ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇത് തടയാനായി. പിന്നീട് വന്നാൽ തുടരന്വേഷണം ഉണ്ടായില്ല. തമിഴ്നാട്ടിലേക്ക് കരിമണൽ കടത്തിയതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനും പോലീസ് തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ തമിഴ്നാട് മണവാളക്കുറിച്ചിയിലെ IRE പ്ലാന്റിൽ VV മിനറൽസിന് ഒത്താശ ചെയ്ത് കൊടുത്ത ഉദ്യോഗസ്ഥരെ കേരളത്തിലേക്ക് ചവറ IREയിലേക്ക് ഇപ്പോൾ നിയമനം നൽകിയിരിക്കുന്നത്. അദ്ദേഹം നാളെയാണ് ചുമതലയേൽക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു നിയമനത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഉള്ള കരിമണൽ കൂടി കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്നതിനും VV മിനറൽസിന്റെ കരങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് എന്നാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ അദ്ദേഹത്തെ കമ്പനിയിൽ പ്രവേശിപ്പിക്കേണ്ട എന്നുള്ളതാണ് CT ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ തീരുമാനം. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.